സാർ അങ്ങനെ നടക്കും. ഇവിടെ ഞങ്ങളെ തൊഴിലാളികളെ വായിക്കുന്ന പ്രശ്നം നമ്മുടെ മെയിൻ പ്രതീക്ഷ. കാരണം എന്താണെന്നോ, ഈ റോട്ടിലാണ് വൈകുന്നേരം പോലെ അരി വാങ്ങാൻ വന്ന് ഞങ്ങളെ കഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ഈ ശബ്ദ മലിനീകരണം ഭയങ്കര വമ്പ പരിപാടിയല്ല. 8 മാസത്തിനും വേണ്ടി ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന പരിപാടിയാണ്. വേറെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ ആർക്കും താല്പര്യമില്ല ഈ 8 മാസത്തിന്. എന്താ പറയല്ലേ, എന്താ വിജയസാധ്യത നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു വിജയസാധ്യതയാണുള്ളത്. കാരണം വെച്ചാൽ മുൻകാലങ്ങളിൽ ഇവിടെ ആര്യാടൻ മുഹമ്മദായിരുന്നു. ആര്യാടൻ മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹം ജയിക്കുന്നുള്ളൊരു 100% ഉറപ്പുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്തായിരുന്നു പിന്നീട് വന്നത്. അന്ന് പരാജയപ്പെടുകയത്. ഇത്തവണ നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. കാരണം സ്വരാജ് ആണ് എതിർ സ്ഥാനാർത്ഥി, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ അതുപോലെ PV അൻവർ ഇവിടെ അതും ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ BJPയുടെ മോഹൻ ജോർജ്, അതും ഒരു ക്രിസ്തീയ വോട്ടുകൾ കുറേ ആ ഭാഗത്തേക്കൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ സ്വരാജാവും. ജയിക്കില്ലെന്ന് പറയുന്നില്ല, എന്നാലും സ്വരാജിൻ്റെ അത്ര മെച്ചം കിട്ടൂല. ഒരു ത്രികോണ മത്സരം എന്തായാലും ഇവിടെ കാണാം. നടക്കും. ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ട്, അറിയാവോ? അതറിയില്ല. BJPക്ക് എവിടെ ഒന്നുമില്ലേ? അങ്ങനെ കുറവാണ്. അപ്പൊ ഈ PV അൻവർ 4 വർഷം ഭരിച്ചില്ലേ? അപ്പൊ പുള്ളി ഇപ്പം പോയില്ലോ. പോയി. അപ്പൊ ആ 4 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അത് അവരുടെ കഥ മുളങ്ങാണ്. അതൊന്നും ജയിക്കൂല. ജയിക്കത്തില്ല. അല്ല, 4 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? സാറേ നല്ല ഈ പാർട്ടിയിൽ നിന്ന് പോയപ്പോ ആകെ തുമ്പില്ലാതെ. ഇവിടെ LDF ആണോ മേൽക്കോയ്മ? UDF-നല്ല. അപ്പൊ ആര്യാടന്റെ സ്ഥലമല്ലേ ഇത്? ആര്യാടന്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. LDF വഴിയാണ് ഇവിടെ മുൻതൂക്കം. സ്വരാജിന്റെ നാട് തന്നെ ഇതാണ്. പക്ഷെ ഇപ്പോഴല്ലേ വന്നത്? ഇപ്പോഴാണ് വന്നത്. ആദ്യം ഇവിടെ അടുത്തല്ലേ, പോത്തല്ലേ. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കണ്ടു. സ്വരാജ് ജയിക്കുന്നതാണ്. ജയിക്കുന്നതാണ്. എന്നാ വോട്ട് മട്ടണ്ട. ഏകദേശം ഉഷാറായി പോട്ടെ. ആരായിരിക്കും ജയിക്കുന്നത്? ആര് ജയിക്കുന്നു ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ല പോരാട്ടാണ്. പക്ഷെ ഈ നിലമ്പൂരിൽ ഇപ്പൊ 2ാമത്തെ തവണ വോട്ട് കൊടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? എങ്ങനെ വോട്ട് കൊടുക്കാനായിട്ട് പോണ്ടേ? പോണം. നമ്മളെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമാണോ? അപ്പൊ മാറിയിരിക്കും. മാറി ഇടതുപക്ഷം ജയിക്കണം. പക്ഷെ പുള്ളി ജയിക്കുന്നതാണല്ലോ പറയുന്നത്. ആര്? ഷൗക്കത്തലി. ഇത് ഓരോരുത്തരും ഓരോ ഇതല്ലേ, സർവേ അല്ലേ, നമുക്കത് അറിയില്ല. നമുക്ക് നമ്മളെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഷൗക്കത്തിന്റെ നാടാണ്. ഷൗക്കത്തിന്റെ നാടാണ്. നമ്മളവിടെ ഇലക്ഷനായിട്ട് നമുക്ക് വായിക്കും, സഹായങ്ങളുണ്ട്. 4 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 4 വർഷം കുഴപ്പമൊന്നുമില്ല. നല്ല തന്നെ നല്ല പറഞ്ഞാൽ ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പൊന്നാര ബോസ് നമ്മളോടല്ല. ആര് ജയിക്കണമെന്ന് നമുക്ക് ജയിക്കാറ് പറയാൻ പറ്റില്ല. അല്ല, എന്നാലും ഒരു പ്രതീക്ഷ ആർക്കാർക്ക് സാധ്യത? പ്രതീക്ഷ ഞാൻ സ്വരാജാകാൻ സാധ്യതയുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊക്കത്തിലാവും ജയിക്കുക, എന്താ അറിയില്ല. ഇലക്ഷനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഷൗക്കത്താകാനായിരിക്കും. അപ്പം ഈ LDF-ന് ഭരണപക്ഷമാണല്ലോ ഇവിടെ. LDF-നല്ലേ ചായ്വ് കൂടുതൽ? അത് ശരിയായിരിക്കാം. പക്ഷേ ഷൗക്കത്ത് സാറ് ജയിക്കുന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മുൻപത്തെ അൻവറിന്റെ 4 വർഷത്തെ ഭരണത്തെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാണ്ട് എന്താ സഹകരിക്കാൻ ഇതിനൊക്കെ സാറാണ് അൻവർ. കാരണം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണല്ലോ പുറത്താക്കിയത്. കാര്യങ്ങൾ എന്താ പണ്ടൊരു ചൊല്ലുണ്ട്, കാര്യങ്ങൾ കുട്ടിയാക്കിയ പാലുള്ളൂ എന്ന് പറയുന്നവർക്ക് ഓം ഒച്ചുണ്ടാക്കിയപ്പോൾ മറ്റവർക്ക് പൊള്ളി. ആ പൊള്ളലാണ് അവിടെ പറ്റിയത്. CPM വോട്ട് കാര്യമായിട്ട് അൻവർ പിടിക്കും. CPM പിടിക്കും, കോൺഗ്രസും പിടിക്കുന്നുണ്ട്. CPM-ന്റെ വോട്ട് അൻവർ പിടിക്കും. രണ്ടിൻ്റെ വോട്ടും പിടിക്കും. 2 വോട്ടും അൻവർ പിടിക്കും. 20,000 വോട്ടെങ്കിലും കിട്ടും. ഇവിടെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് കലാശക്കൊട്ട് കാണാൻ വന്നതാ. UDF. പിന്നെ അതിൽ സംശയമല്ല ഉണ്ടോ? UDF 20,000 വോട്ടിന് മുകളിൽ ഇവിടെ വിജയിച്ചിരിക്കും. ഉറപ്പാണ്. എത്ര കോൺഫിഡൻസ് ഉണ്ടോ? 101% കോൺഫിഡൻസ്. 20,000-ന് മുകളിൽ. അതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കേ വേണ്ട. ഒരു എതിരാളി ഇല്ലെന്നാണോ പറയുന്നത്? എതിരാളി ഇല്ലെന്നല്ല, എതിരാളി ഉണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും 64,000 വോട്ട് പിടിച്ചപ്പോഴും എതിരാളി ഉണ്ടായിരുന്നല്ലോ. BJP ഉണ്ടായിരുന്നു, പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ CPM ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് 64,000 വോട്ട് കിട്ടിയില്ലേ? അപ്പോൾ അത്രയും വേണ്ട നമുക്ക്. ഒരു 20,000 വോട്ട് എന്തായാലും കിട്ടും. ജയിക്കും തോന്നണില്ല. സ്വരാജാവും. ഷൗക്കത്തലിയോ? അത് 2ാമത്.
രണ്ടാമതായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? ഷൗക്കത്തിൽ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലേ? ചെയ്യുന്നുണ്ടാവും. വ്യക്തിപരമായിട്ട് എൻ്റെ എല്ലാ രാഷ്ട്രീയ പാരമ്പര്യം കൂടുതൽ സ്വരാജിനോടാണ്. സ്വരാജിനാണോ? ഇലക്ഷനല്ലേ? അതിപ്പോ രണ്ടാളും തുല്യമായിട്ട് നടക്കല്ലേ. സ്വരാജും ഷൗക്കത്തും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ആ നാളെ മറ്റന്നാൾ ആര് ജയിക്കുമെന്നാണ് എന്നാലും ചെറിയ മേൽക്കൈ ആർക്കാണ്? ഇപ്പോ ആര് ജയിക്കും? ആയിരിക്കുന്നോ? 4 വാരിയിട്ടില്ലെങ്കിൽ പാപ്പുട്ടി ജയിക്കും. 4 വാരിയിട്ടില്ലെങ്കിൽ പാപ്പുട്ടി ജയിക്കും. ഇലക്ഷനെ പറ്റി നമുക്ക് പൊതുവായിട്ടൊന്നും പറയാനില്ല. ഈ 4 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു PV അൻവറിന്റെ? കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പോൾ 5ാമത്തെ തവണയും ഇനി ഒരു 5 വർഷം കൂടെ തുടരാൻ പറ്റുമോ? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ചേട്ടൻ എന്താ പറയുന്നത്? എന്താ അത് ആരാണ് ജയിക്കുന്നത്? ഷൗക്കത്ത് ജയിക്കുമോ? ഇവിടെ ഇപ്പോൾ ടൈറ്റ് മത്സരമാണ്. അങ്ങനെ ഒരു ചെറിയൊരടിച്ച് പിന്നെ സ്വരാജിന് കാണുന്നുണ്ട്. നല്ല ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ്, നല്ല ഭരണമായിരുന്നു. 9 കൊല്ലം നല്ല ഭരണം കാഴ്ച വെച്ചിട്ടുണ്ട്. ഒരു ത്രികോണ മത്സരം എന്തായാലും ഇവിടെ കാണാൻ പറ്റും. ത്രികോണ മത്സരത്തിന് സാധ്യതയല്ല. കുറച്ച് വോട്ടൊക്കെ അൻവർ പിടിക്കെങ്കിലും അതൊരു ത്രികോണ മത്സരമായിട്ട് മാറാനുള്ള സാധ്യതയൊന്നുമില്ല. PV അൻവറിനെ ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയും കാണില്ല. ഓനെ ചണ്ടിത്തരല്ലേ ചെയ്ത് ഒരു പാർട്ടിനൊപ്പം നിന്ന് രാജിവെച്ചുകൊണ്ട് പോയിട്ട് പിന്നെ മറ്റേ ഇതിലേക്ക് ചേർന്നൊക്കെ അല്ലേ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയല്ലേ.